അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട അക്കാലത്ത് ഫാമിലിയിലെ വലിയ അക്കാലത്ത് ഫാമിലിയിലെ ചെറിയ ചെറിയ ഫാമിലി ഉണ്ട് ഇവിടെ. എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും നമ്മുടെ സലാം സ്വാഗതം ചെയ്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗദർ. അതായത് എല്ലാവരും പണ്ട് ഇങ്ങനത്തെ ആവശ്യമില്ലായിരുന്നു. എന്താ പറഞ്ഞാൽ പണ്ട് എപ്പോഴും ഗെറ്റ് ടുഗദർ ഉണ്ട്, വലിയ ഒരു ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു. ഇപ്പോൾ അത് അണുകുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂക്ലിയർ ഫാമിലി എന്നൊക്കെ പറയുന്ന ഫാമിലിയാണ്. അപ്പം അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ള പലവരെയും നമ്മൾ അറിയുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഇങ്ങനെ ഒരു എന്താണെന്ന് പറഞ്ഞാൽ ഫാമിലി ഗെറ്റ് ടുഗദർ നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതും. നമ്മളെ ഇക്ബാൽ അതിന് കുറേ ദിവസമായി മെനക്കെടുന്നത്. അൽഹംദുലില്ലാഹ് നല്ലൊരു മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. കൂടുതൽ അധികം സംസാരിച്ചിട്ട് നമ്മൾ അധികം സമയം കളയുന്നില്ല. കുറേ പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾക്ക്, കുട്ടികൾക്കും വലിയ ആൾക്കും ഒക്കെ ഉള്ളത്. അപ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്യുക, നന്നായിട്ട് കുടുംബം ഒരു ഷഫിൾ മാതിരി ആവുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് സ്നേഹം ഒന്നുകൂടി പുതുക്കുക. കുടുംബബന്ധം പുലർത്തുന്നത് വളരെ നല്ലൊരു കാര്യം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ലത്തീഫ് സാഹിബ് വെള്ളൂർ അവരെ ഞാൻ ആദ്രമായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അമ്മാ ബഅദ്. ഇത് ബന്ധുക്കളുടെ ഒരു ഒത്തുചേരൽ. അക്കാലത്തെ ഫാമിലി എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. അതൊരു മരുവക്കത്തായത്തിൻ്റെ ലാബിലുള്ള ഉമ്മാരെ കാരണവര തറവാട്. മുസ്ലിങ്ങൾക്ക് അതല്ല, അത് ശരിക്ക് പറഞ്ഞാൽ ഉപ്പാരുടെ തറവാടാണ് ഉപയോഗിക്കേണ്ടത്. മക്കത്തായായിരുന്നു. മുമ്പ് ഇവിടെ മരുവക്കത്തായായിരുന്നു നിലവിലുണ്ടായിരുന്നത്. മദ്രാസ് സ്റ്റേറ്റിന് കീഴിലായിരുന്നു കേരളം. അത് മരുമക്കത്തായാണ് നിലവിലുണ്ടായിരുന്നത്. അത് മുസ്ലിങ്ങൾക്ക് അങ്ങനെയായിരുന്നു. പിന്നീട് 57 തോന്നുന്നത് കേരള ഉടലെടുത്ത് EMS സഭ വന്ന ആ സമയത്താണ് മക്കത്തായ രൂപീകരിച്ച് നിലവിൽ വന്നത്. മുമ്പാണെങ്കിൽ മരുവക്കത്തായത്തിൽ മരുവക്കളെ സ്വത്ത് മരുവക്കാണ് കാരണവരുടെ സ്വത്ത് കിട്ടുക, മക്കൾക്ക് കിട്ടില്ല. നമ്മളെ ഉപ്പാര കുറേ പൈര് കുറേ ഷോപ്പുകളിലെല്ലാം മരുവക്കൊക്കെ പോയത്. ഉപ്പാര ഉപ്പ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ വളവട്ടണക്കാരനായിരുന്നു. അവർ കുറേ സ്വത്ത് ഷോപ്പ് പൈരിൽ സൂര്യൻ്റെ അടുത്ത് സൂര്യൻ്റെ വാടക സൂര്യൻ്റെ ഷോപ്പ് മുതൽ പെയിൻറ്റ് ഇതുവരെയുള്ള റൂംസെല്ലാം ഉപ്പാരപ്പാരതായിരുന്നു. ഉപ്പാര പേര് മുഹമ്മദ്. അന്ന് 5 ഉപ്പാര പേര് എനിക്ക് പറഞ്ഞു തന്നിരുന്നു. 4 ഉപ്പമാരുടെ പേര് കരുതിയിരിക്കണം എന്നാണ് നമ്മളെ മൊത്തത്തിൽ എന്നോട് ഉപ്പ ഉപദേശിച്ചത്. നമ്മൾ താമസിക്കുന്നത് കൂടി നമ്മൾ കാരണം മറന്ന് കിട്ടിയ ആ പറമ്പ് അത് വെച്ചാൽ മരുവക്കത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയാണ്. പിന്നീട് അത് മാറി. പിന്നെ ഉണ്ടായത് കുറേ സ്വത്തുക്കൾ ഈ വയലുകൾ മറ്റും ആയിരുന്നു. അത് പിന്നെ കൃഷിയുടെ മറ്റേ ഭൂപരിഷ്കരണ നിയമത്തോടുകൂടെ അത് ലെവലായി. ഏതായാലും നമ്മൾ ബന്ധുക്കളാണ്, അടുത്ത ബന്ധുക്കളാണ് ഇവിടെ ഒത്തുചേർന്നിട്ട് നല്ലൊരു കാര്യമാണ്. ഇങ്ങനെ ഒത്തുചേരാനുള്ള തമ്മിൽ പരിചയമില്ലാത്തവരെ വരെ നമ്മുടെ ബന്ധുക്കളിലുണ്ട്. അതിനു കൂടി സംവിധാനം ആക്കിയിരുന്നു. പക്ഷെ എല്ലാവരും ഒത്തൊരുമിച്ച് വന്നില്ല. വരാൻ എല്ലാവർക്കും അങ്ങനെ സാധിച്ചൊന്നും വരില്ല. ഏതായാലും ഈ പരിപാടി നല്ല ഒരു നിലക്ക് ആഴ്ചയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് ബിസ്മില്ലി ഉദ്ഘാടനം ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മുടെ മെമ്മറി ഷെയറിങ്, അതായത് നമ്മുടെ ഫാമിലീൻ്റെ ഉള്ളിലുള്ള പഴയകാല ഓർമ്മകൾ ഒക്കെ ഒന്ന് അയവിറക്കാനുള്ള ഒരു ചാൻസാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ആരൊക്കെ ഇതിൽ താല്പര്യപ്പെടുന്ന അവർക്കൊക്കെ വന്നിട്ട് 2 വാക്ക് പറയാം. ഞാൻ ആദ്യമായി നമ്മുടെ ഇസ്താഖ് അക്കാലത്തിന് ഞാൻ ക്ഷണിച്ചു കൊടുക്കും. അടുത്ത ആൾക്കാരൊക്കെ റെഡി ആയിക്കോളൂ മെമ്മറി ഷെയറിങ്ങിന് വേണ്ടി. കേൾക്കുന്നുണ്ടോ? മെമ്മറിയെല്ലാം ഏതാണ്ട് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു വയസ്സായിട്ട്. അതുകൊണ്ട് മെമ്മറി എങ്ങനെ ഇത് ചെയ്യുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും എല്ലാവരും കൂടെ വീണ്ടും ഒത്തുകൂടിയാലും ഇനി അത് ഇവിടുന്ന് അതൊരു പുതിയൊരു സ്റ്റെപ്പായിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്തൊരു സ്റ്റെപ്പ് അങ്ങനെ കുറച്ചുകൂടി ആളുകളെ കൂട്ടി ഇതുണ്ടല്ലോ നമ്മുടെ ഫാമിലി ടൈസ്, അത് ഒന്നിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കും. ഇതൊരു ഇനീഷ്യൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് ഇത്. ഇനിയും കൂടുതൽ മുമ്പോട്ട് പോകാമെന്നുള്ളതാണ്. മെമ്മറി എന്ന് പറഞ്ഞാൽ വെള്ളൂർ മെമ്മറിയാണ് ഉണ്ടാകില്ലേ. വെള്ളൂർ സ്കൂളിൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നില്ല. 7ാം ക്ലാസ് മുതലാണ് ഇവിടെ സ്റ്റാർട്ട്. അതുവരെ പല സ്ഥലത്തുമായിരുന്നു. ഉപ്പാൻ്റെ കൂടെയായിരുന്നു. ഇപ്പോൾ പല സ്ഥലത്തും പോലീസ് ഓഫീസർ ആയതുകൊണ്ട് പല ഒരേ ക്ലാസ് തന്നെ പല സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ. അവസാനം 7ാം ക്ലാസ്സിൽ ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്ത്. അതുപോലെ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു 6ാം ക്ലാസ് വരെ. പിന്നെ അത് ഇംഗ്ലീഷ് മീഡിയം തുടരാൻ പറ്റാത്ത അവസ്ഥയിൽ അന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വളരെ കുറവായിരുന്നു. അങ്ങനെ 7ാം ക്ലാസ്സിൽ ഇവിടെ വന്ന് ചേർന്ന് കാവൽ സ്കൂൾ എന്ന് പറയും. കാവൽ എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ഗ്രോസ് ഇതുണ്ടല്ലോ, പിന്നെ എന്താ പറയേണ്ടത്, കാടിനുള്ളിലൊരു സ്കൂളാണ്. അതുകൊണ്ട് അതിന് പേര് കാവൽ സ്കൂൾ. അപ്പോൾ അതാണ് എൻ്റെ ഓർമ്മ. വെള്ളൂരിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓർമ്മ. അതിന് മുമ്പേ ഉണ്ട് ഓർമ്മകളുണ്ട്. ഉപ്പാനെ കണ്ടു നല്ല ഓർമ്മയുണ്ട്. ഉപ്പ ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതും അല്ല ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് എപ്പോഴും. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ 7ാം ക്ലാസ്സാന്നുള്ളത് അവർക്കൊരു ഇത് ഓർമ്മ വരുന്നത്. അപ്പോൾ സ്കൂളിൽ 7ാം ക്ലാസ് വന്ന ഉടനെ പുതിയൊരു പേര്, ഇസ്താഖ് എന്നൊരു പേരും പിള്ളമാർക്ക് ഒരു കൗതുകം. എന്നാൽ ഇവനെ പിടിച്ചിട്ട് സ്കൂൾ ലീഡറാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എന്നെ പിടിച്ച് സ്കൂൾ ലീഡറാക്കി. അതാണ് ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഹൈസ്കൂളിൽ ഒന്നും അങ്ങനെ ഓർമ്മകൾ മാത്രമേ ഉള്ളത് കുറേശ്ശായിട്ട് വെള്ളൂരിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടെ പാർലമെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ സ്കൂൾ പാർലമെൻ്റൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇതിനിപ്പോൾ ഉണ്ടോ ഇല്ലോ എന്ന് അറിയില്ല എന്താണെന്നുള്ളത്. അന്ന് സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ മദ്രസകളിലും അന്ന് ഞങ്ങൾ പല പരിപാടികൾ സാഹിത്യ സമാജമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. സാഹിത്യ സമാജം ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, പ്രസംഗം ഉണ്ടായിരുന്നു. നബിദിനം അന്ന് ആഘോഷിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതിനുശേഷമാണ്. അപ്പോൾ അന്ന് പിന്നെ ഗദ്യ കവിത ചൊല്ലിയിരുന്നു ഞാൻ പണ്ട്. ഒറ്റല്ല അന്ന് ഞാനത് ഗദ്യ ചെയ്ത് മരുഭൂമിയിൽ വിടർന്നു അന്ത്യപ്രവാചക എന്ന് പറഞ്ഞ ഗദ്യ കവിതയുണ്ട്. ഇപ്പോൾ ഗദ്യ കവിത ഉണ്ടോയെന്ന് അറിയില്ല. കവിതയാണ് ഗദ്യമാണ് രണ്ടും കൂടി ഉള്ളത്. അങ്ങനെ കുറേ ഓർമ്മകൾ പിന്നെ നമ്മൾ വെള്ളൂർ സംബന്ധിച്ചിടത്തോളം വെള്ളൂരിലെ പിന്നെ ഇതും കാര്യങ്ങളും ആ തറവാടും രാത്രി ആ കിടന്നുറങ്ങുമ്പം ആ ഒരു ഉള്ളിലത്തെ കിടക്കുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു, ഉറങ്ങുന്ന സ്ഥലം. അവിടെ ഇങ്ങനെ പായ് വിരിച്ച് ഉറങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് നബീസ ഡൈഡ് ഓൺ. നബീസ എന്ന കാലത്ത് മരിച്ചു എന്നുള്ളത്. അതിപ്പോ എന്റെ മനസ്സിലിങ്ങനെ ഓർമ്മ വരുന്നു. ലത്തീഫ് ബോണോ നബീസ ഡൈഡ് ഓൺ. കുഞ്ഞിക്ക് ഫരീദ് ഡൈഡ് ഡാഷ് ഇട്ട് എഴുതിയാണല്ല അത് ഡാഷ് ഇട്ട് ഫരീദ് ഡൈഡ് ഓൺ. അയാൾ മരിച്ചിട്ട് ആ സമയത്ത് ഒപ്പിച്ചാൽ വരും. നമ്മൾ ലച്ചേരെ കാരണവരാണ്.
മൂപ്പർ വലിയ തമാശക്കാരനാണ്. അയാളെ കഥകൾ ഓരോ ഉമ്മ പറഞ്ഞുകൊണ്ടേന്. അയാള് പിന്നെ ഏട്ടൻ പോയിട്ട് കൊണ്ടിട്ട് സ്കൂളിൽ കൊണ്ട് ചേർത്തു മലപ്പുറത്ത്. ഹെഡ്മാസ്റ്റർ മോനെ പിടിച്ച് വെച്ച് പിന്നെ അങ്ങനെ കുറേ കഥകൾ, കുറേ തമാശ, ജീവിതത്തിന് കുറേ പിന്നെ ഓർമ്മകളുണ്ടല്ലോ. പഴയ ചെറുപ്പത്തിൽ ഉമ്മ പറഞ്ഞ ഓർമ്മകളും ഉമ്മ ഒപ്പിച്ചാനെ പറ്റി പറയുന്നത്. ഈ പിഞ്ഞാണം പൊളിഞ്ഞിട്ടാകുമ്പോൾ വിളിച്ചിട്ട് അയാൾ വളരെ നല്ലൊരു പിന്നെ ടീച്ചറായിരുന്നു. ആളുകളെ കുട്ടികളെ പഠിച്ച് മനസ്സിലാക്കി. ഉമ്മ ഇത്രയും പഠിച്ചിട്ടില്ലെങ്കിലും പഴയ പണ്ട് കാര്യങ്ങൾ ഈ പിഞ്ഞാണ് തേടുന്ന വരുന്നത് ചൈനക്കളെ എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഉമ്മക്ക്. അല്ല ഉമ്മാനോട് പറഞ്ഞ ഓർമ്മകളുണ്ട്. അങ്ങനെ ആ കഥകൾ, ആ ഓർമ്മകൾ കുറേ ഉണ്ട്. പിന്നെ എന്തെന്ന് അങ്ങനെ ജീവിതം മുമ്പോട്ട് പോയി അവിടുന്ന് പിന്നെ വീണ്ടും പിന്നെ കോളേജിലേക്ക് പോയി. അവിടുന്ന് ഓരോ കുരുത്തൊക്കെ കളിച്ച് അങ്ങനെയുള്ള ഓർമ്മകൾ വളരെ രസം. അതുകൊണ്ട് വീണ്ടും നമ്മൾ പയ്യന്നൂരുമായിട്ടുള്ള ആ കണക്ഷൻ, ആ ഇതുണ്ടല്ലോ, ആ വടിക്കോളിറ്റും എൻ്റെ റിലേഷൻഷിപ്പ്, ആ കണക്ഷൻ എപ്പോഴും മായാത്ത കണക്ഷനാണ്. ഇപ്പം ഞാൻ ഒറ്റക്കാണ് ഇവിടെ വന്നിന്. എനിക്ക് വെള്ളൂർ എല്ലാവരും കാണുന്നതിൽ ആശ ഉണ്ടാകുന്നത്. ഞാൻ നിജമായിട്ട് പറഞ്ഞു, ഞാൻ ഒന്നിച്ചിട്ട് സെപ്റ്റംബർ പോകുന്നത്. ഞാൻ പറഞ്ഞല്ല, എനിക്കൊന്ന് വെള്ളൂരിൽ പോയി കാണണം. ആ വെള്ളൂരായിട്ടുള്ള ഇതുണ്ടല്ലോ അറ്റാച്ച്മെൻറ്റ്, ദാറ്റ് ഈസ് വെരി ഡീപ്പ്. വളരെ ഡീപ്പ് അറ്റാച്ച്മെൻ്റാണ് നമ്മുടെ നാട്ടിലും ആൾക്കാരും. ലത്തിച്ച വന്ന സമയത്തും ലത്തിച്ചയുടെ ദുബൈയിൽ വന്ന സമയത്തും ലത്തിച്ചാൻ കുട്ടി കൊണ്ടുപോകാനുള്ളത് പറഞ്ഞാൽ ആ കണക്ഷൻ, ആ ഡീപ്പ് ഇതുണ്ടായിപ്പം എന്ന് പറഞ്ഞ കണക്ഷൻ, അതാണ് അതിൻ്റെ ഓർമ്മകളും അതുമൊക്കെയാണ്. ഓർമ്മകളാണ് നമ്മൾ നയിക്കുന്നത്. നമ്മൾ ചരിത്രം പഠിക്കുന്നുണ്ടല്ലോ. ചരിത്രം എന്തിനാണ് പഠിക്കുന്നത് പറഞ്ഞാൽ ചരിത്രം പഠിച്ച കാര്യങ്ങൾ, പക്ഷെ ചരിത്രത്തിൽ പാഠം ഉൾക്കൊള്ളാൻ സാധിക്കും പലതുമായിട്ട്. അതാണ്. അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് MSMന്റെ അന്ന് MSM എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സംഘടനയായിരുന്നു. വളരെ കുറച്ച് ആൾക്കാരുണ്ട്. അന്ന് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ആൾക്കാർ വളരെ കുറവായിരുന്നു. അന്ന് പെരിങ്ങാട്ട് അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് അയാളായിരുന്നു. അയാൾ സെക്രട്ടറി ആയിട്ടായിരുന്നു ആ സമയത്ത്. പ്രസിഡന്റ് അബ്ദുള്ള ഡോക്ടർ പെരിങ്ങാട്ട് അബ്ദുള്ള പിന്നെ പ്രസിഡന്റായി. അപ്പൊ അയാളെന്നോട് പറഞ്ഞു, നിങ്ങളെ പിന്നെ ആദ്യം തന്നെ പിന്നെ ട്രഷററാക്കി ഇനീഷ്യലി. പിന്നെ പറഞ്ഞ അബ്ദുള്ള പറഞ്ഞു, നിങ്ങൾ പിന്നെ ഹുസൈൻ മടവൂറായിരുന്നു സെക്രട്ടറി. അപ്പം എല്ലാ അറബി കോളേജ് സ്റ്റുഡൻസ് മാത്രമേ അന്നുള്ളൂ. വേറെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആൾക്കാരുമില്ല. അന്ന് പഠിക്കുന്ന ആൾക്കാരും വളരെ കുറവായിരുന്നു. അപ്പം ഞാൻ പയ്യന്നൂർ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒറ്റൊരു മുസ്ലിം പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് കോളേജിൽ തന്നെ. ഇന്നിപ്പം തട്ടോട്ട് പിള്ളമാരല്ല ഉള്ളത് അവിടെ ഉള്ളത് കോളേജിൽ പോയി കഴിഞ്ഞിട്ട്. അപ്പം അന്ന് വളരെ കുറച്ച് ആൾക്കാരെ പഠിച്ചുകൊണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുപോലെ ആർട്സ് സയൻസ് കോളേജിൽ വളരെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഞാനായിരുന്നെങ്കിൽ എന്നെ പിടിച്ച് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. കാരണം ഭാഷയിൽ വേറെ ആരുമില്ല, അതുകൊണ്ട് അല്ലാണ്ട് എൻ്റെ കഴിവുകൊണ്ടുന്നത്. അങ്ങനെ അതാവാൻ കാരണം ഒന്നെന്ന് പറഞ്ഞാൽ അന്ന് റഷീച്ച വളരെ സജീവമായിരുന്നു. റഷീച്ച വളരെ പിന്നെ ഉഷാറായിരുന്നു എല്ലാത്തിലും. അപ്പോൾ പിന്നെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞു, MSMന്റെ ഒരു ക്യാമ്പ്. അപ്പോൾ ഞാൻ വെള്ളൂർ, അപ്പോൾ റഷീച്ച ഉണ്ടല്ലോ ഇവിടെ, ആളുണ്ടല്ലോ എപ്പോഴും. ആൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ധൈര്യമാണ്. എപ്പോഴും ഉണ്ടല്ലോ നമ്മളൊരു ലീഡർ, നമുക്ക് അതാണ് ലീഡർഷിപ്പ് പറയുന്നത്. ഒരു ലീഡർ ഉണ്ട് അല്ലെങ്കിൽ ഒരാളുണ്ട് എന്നുള്ള തോന്നലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ധൈര്യം ഉണ്ടാവും. അപ്പോൾ റിച്ചാണല്ലോ. അപ്പോൾ ഒരു MSM വെള്ളൂരാക്കാന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളൂർ MSMന് ആദ്യത്തെ ക്യാമ്പായിരുന്നു വെള്ളൂർ. അതിൻ്റെ ഫോട്ടോ ഉണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ ക്ലിയർ ഇല്ല. 3 ദിവസത്തെ ക്യാമ്പ് വളരെ നല്ല ക്യാമ്പായിരുന്നു. അന്ന് ഇതേപോലെ അന്ന് നല്ല പാട്ടും ഇതൊക്കെ ആയിട്ട് നല്ല രസകരമായിട്ടുള്ളൊരു കുറേ പ്രസംഗവും പാട്ടും കാര്യമായിട്ട് വളരെ വളരെ ഭംഗിയായി നടന്നൊരു, അത് ഒരിക്കലും അതൊരു മെമ്മറിയിൽ നിങ്ങൾ പറഞ്ഞ മാതിരി പെട്ടെന്ന് ഞാൻ അത് ഓർമ്മിച്ചിട്ട് വരുന്ന സമയത്ത് പിന്നീട് എത്തിരാൻ വേറെ സബ്ജക്റ്റ് മാറിപ്പോയി. അതാണ്. KK ഉണ്ടായിരുന്നു, AK സുലൈമാൻ ഉണ്ടായിരുന്നു, ഫാറൂഖ് ഉണ്ടായിരുന്നു, കുറെ ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ആ പാട്ടുപാടി പറഞ്ഞു, പ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു മുസൽമാനേ, എൻ്റെ ഖബറിനെ ആരാധനക്കുള്ള മന്ദിരമാക്കരുതുമ്മത്തി. ആ പാട്ട് അന്ന് അവിടുന്ന് പാടിയ പാട്ടാണത്. ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ കുറെ ജീവിതത്തിന് കുറെ ഭാഗങ്ങൾ, കുറെ ഇത് കുറെ, പിന്നെ നമ്മള് ബ്രെയിൻ ചിന്തിച്ചുകൊണ്ട് പലതും ആയിക്കൊണ്ട് വരുന്നില്ല. അങ്ങനെയാണ്. അപ്പൊ ഇനി കൂടുതൽ ഞാൻ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല.
പയ്യന്നൂർ കോളേജിൽ അതുണ്ട്. പയ്യന്നൂർ കോളേജ് പൊളിറ്റിക്സിൽ വന്നു. യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞില്ലേ, ലീഡർഷിപ്പ് സ്റ്റാർട്ടഡ് ഫ്രം വെള്ളൂർ ഗവൺമെന്റ് സ്കൂൾ. BA ഞാൻ ഡിഗ്രിക്ക് ഇവിടെ ആയിരുന്നു പയ്യന്നൂർ കോളേജിൽ. അപ്പോൾ അവിടെ പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് ഏറ്റവും അധികം വോട്ട് കിട്ടി. യൂണിവേഴ്സിറ്റി വോട്ട് കിട്ടി, എല്ലാവരും വോട്ട് കിട്ടി. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടാകുമ്പോൾ അവിടുന്ന് യൂണിവേഴ്സിറ്റിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയനാണ്, അവിടെ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ട് ഒരാൾ വേണം കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന്. അപ്പോൾ ആളുകൾ എന്നെ ഒരാൾ റെക്കമെൻഡ് ചെയ്തു. ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു. അത് ഇവിടുന്ന് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് ട്രെയിനിൽ. ഇനി ഫസ്റ്റ് ക്ലാസ് ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടുന്ന് ട്രെയിൻ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് കിട്ടും ഇവിടെ പോകാൻ വേണ്ടിയിട്ട്. കോഴിക്കോട് ടാക്സി ഫെയറാണ് യൂണിവേഴ്സിറ്റി പോകാൻ വേണ്ടിയിട്ട്. അത് ആ സമയത്ത് എനിക്കത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ടായിരുന്നു. അനുഭവങ്ങൾ തന്നെ വളരെ ഉഷാറാക്കിയാണ്. അത് ചെറുപ്പത്തിലുള്ള അനുഭവങ്ങൾ ഒരു നന്നാക്കി എടുത്തു തന്നെ. അത് ഒരു ക്വാളിറ്റി, ഒരു ശക്തി പകർന്നു എനിക്ക്. അങ്ങനെയുള്ള അതിൻ്റെ സാഹചര്യങ്ങൾ കിട്ടി എനിക്ക് അങ്ങനെ ഇതാകാൻ വേണ്ടിയിട്ട്. പല കാര്യങ്ങളുണ്ടായിരുന്നു. അധികം ഇനി പറയുന്നില്ല, എനിക്ക് ഓരോ നിങ്ങൾ ഓർമ്മപ്പെടുത്തും ഓർമ്മ വരുന്ന ഓരോ കാര്യങ്ങൾ. പിന്നെ അത് ആ കോളേജിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല, അത്രയുണ്ട്. അങ്ങനെ പൊതുവെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. MA ഞാൻ പകുതി പോയി. ഞാൻ പഠിക്കോളിറ്റ് എന്താ പറയുക, യൂണിവേഴ്സിറ്റി ഉണ്ട്, തമിഴ്നാട്ടിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൽ MA ഞാൻ കുറച്ച് പോയിരുന്നു, ഫസ്റ്റ് ഇയറൊക്കെ പോയിരുന്നു. MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തമിഴ്നാട്. ഏത് കോളേജപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പഴയ ഓർമ്മ വയസ്സാകുമ്പോൾ ഓർമ്മകൾ വരുന്നില്ല, പേരുകൾ ഓർമ്മ കിട്ടുന്നില്ല. പ്രീ ഡിഗ്രി ഞാൻ ഇവിടെ ആയിരുന്നു. ആദ്യം ഇവിടെ പയ്യന്നൂർ കോളേജ് കുറച്ചാളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഉമ്മാനും ഉപ്പാനും വിട്ട് നിൽക്കാൻ വലിയ മടിയായിരുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും തന്നെ അവിടത്തേക്ക് കൂട്ടിയുണ്ട് ദേവരി കോളേജിൽ ചേർത്ത്. പിന്നെ സ്കൂൾ പഠിച്ചത് കുന്നമല ഹൈസ്കൂളിലാണ്. അപ്പോൾ ഈ കുന്നമല ഹൈസ്കൂളിൽ SLC ഞാൻ വരുന്നത് പഠിച്ചത്. SLC പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ 4 ആളാണ് അവിടുന്ന് SLC എഴുതുന്നത്. ഒന്ന് ഞാൻ ഇപ്പോൾ അവിടെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. അപ്പോൾ അവിടെ പിന്നെ ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്ന ആ വീട്ടിൻ്റെ ഓണർ ഉണ്ടല്ലോ, ഓണറിൻ്റെ മകനുണ്ടായിരുന്നു. അയാൾക്ക് വേറൊരു വാടക വീട്ടുണ്ടായിരുന്നു. അവിടെ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ മക്കളുണ്ടായിരുന്നു 2, ഒരു പെണ്ണുമാണ്. ആ പെണ്ണ് എപ്പോൾ ബുക്ക് വായിച്ചുകൊണ്ട് കൂടും. ഉപ്പ പറഞ്ഞ് 4 ആളിൽ ആർക്കും അധികം മാർക്ക് കിട്ടുന്ന SLC എൻ്റെ വകയിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഞാനേതായാലും പഠിക്കാത്ത മോദയാണല്ലേ. അങ്ങനെ ഉപ്പ വിചാരിച്ച പെണ്ണ് എപ്പം നോക്കിയാലും ഉപ്പ അങ്ങനെ നടന്നു വരുന്ന സമയത്ത്, ഓഫീസിൽ നടന്നു വരുന്ന സമയത്ത് ഈ പെണ്ണെങ്ങനെ ബുക്ക് ഇരുന്നിട്ടുണ്ട്, വരാന്തിങ്ങനെ പഠിക്കുന്നുണ്ടോ. അപ്പോൾ ഓക്ക് കിട്ടും വിചാരിച്ചിട്ട് ഉപ്പ പറഞ്ഞത്. പെൺപിള്ളേറാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു എങ്കിലും കൊടുക്കും, നാച്ചുറൽ അത് മനുഷ്യൻ്റെ. അപ്പോൾ അവസാനം റിസൾട്ട് വന്നിട്ടാകുമ്പോൾ എല്ലാവരും 4 ആളിലേക്കാണ് മാർക്ക് അധികം, ഗിഫ്റ്റും ഇല്ല. അതങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു രസകരമായിട്ട്. ശരിയാണ്, ഞാനിവിടെ വന്നപ്പോൾ ഇപ്പോഴും നിങ്ങളിവിടെ നിന്നിട്ടാകുമ്പോൾ ഓരോ ഓർമ്മ വരുന്നു ഇങ്ങനെ പല കാര്യങ്ങൾ. ഏതായാലും വളരെ സന്തോഷമുണ്ട് എല്ലാവരും കണ്ടതിലും. എല്ലാവരും സന്തോഷിക്കുന്ന കണ്ടിട്ടും വളരെ സന്തോഷമുണ്ട്. മറ്റൊരു സന്തോഷമാണല്ലോ നമ്മളെ സന്തോഷം. അതെല്ലാം പറയണം. ഇപ്പൊ എല്ലാരും പറയേണ്ടി വരും. പിന്നെ ഓരോ തമ്മിൽ സമയം പോയി കിട്ടൂല. അത് കല്യാണം സംഭവിക്കുന്ന സാറിനെന്ന് പറഞ്ഞാല്, ഞാൻ MSc